നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. യോഗി ആദിത്യനാഥും വെള്ളാപ്പള്ളി നടേശനും പറയുമ്പോൾ അത്ര നല്ല കോമ്പിനേഷൻ ഒന്നുമല്ല. പക്ഷെ ഈ കോമ്പിനേഷനെയാണ് പിണറായി വിജയൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ്? അതൊന്ന് വിശദമാക്കാം. അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ പോയപ്പോൾ കൂടെ കാറിൽ വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു. ഇതാദ്യമായാണ് കേരളത്തിലൊരു സമുദായ നേതാവ് ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോകുന്നത്. ഇതിനു മുമ്പുള്ള അങ്ങനെ ഒരു ചിത്രവും നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇത് പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ കൂടെ ഇരുന്ന് അവർ ഒരുമിച്ചാണ് അയ്യപ്പ സംഗമത്തിന് പോകുന്നത്. മറ്റൊന്ന്, അയ്യപ്പ സംഗമത്തിന് എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് യോഗി ആദിത്യനാഥ് സന്ദേശം അയച്ചു. കേരളത്തിലെ BJP-ക്കാർ പിണറായിക്കും അയ്യപ്പ സംഘത്തിനെതിരെ തൊണ്ട കയറി നിലവിളിക്കുമ്പോൾ അതാ BJP-യുടെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രി, ഒരുപക്ഷെ ഇനി പ്രധാനമന്ത്രി ആകുമെന്ന് വിശ്വസിക്കപ്പെടുന്നയാൾ, അയാൾ ഒരു ആശംസാ സന്ദേശം അയച്ചിരിക്കുകയാണ്. അയ്യപ്പ സംഗമം നടത്തുന്നത് വളരെ നല്ലതാണ്, ഇനിയും ഇത്തരം പരിപാടികൾ നടത്താൻ സർക്കാരിന് പ്രേരണയാകട്ടെ. ഇതാണ് കൃത്യമായ രാഷ്ട്രീയം. BJP-ക്കാർക്കും ഈഴവരാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവർക്കും എല്ലാം വിശ്വസിക്കാൻ കഴിയുന്ന നേതാവും പിണറായി വിജയനാണ്. എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന പാർട്ടി CPM ആണ്. BJP-യിലേക്ക് കഴിഞ്ഞ തവണ പോയ ഈഴവ സമുദായത്തിലെയും ഹിന്ദു പിന്നോക്ക സമുദായത്തിലെയും വോട്ടുകളെ കൃത്യമായി CPM-ലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പിണറായി വിജയന്റെ തന്ത്രത്തിൻ്റെ കൃത്യമായ അല്ലെങ്കിൽ ആ തന്ത്രത്തിൻ്റെ നെടുന്തൂണാണ് നമ്മളിപ്പോൾ കാണുന്നത്. യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു കടുത്ത BJP-കാരൻ, കടുത്ത ഹിന്ദുത്വവാദിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാരെങ്കിൽ പിന്നെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പിണറായി വിജയന് വേണ്ടി വോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പം? ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾ, കേരളത്തിലെ ഹിന്ദുക്കളിൽ ഏറ്റവും അധികമുള്ളത് ഈഴവരും മറ്റുള്ള സമുദായങ്ങളുമാണ്. ഏതാണ്ട് 70% ഹിന്ദുക്കളിൽ ഈഴവ സമുദായവും അതിന് താഴെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുമാണ്. അതുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പണ്ട് മോഡി കളിച്ചൊരു കളിയുണ്ട്, സബാൾട്ടൻ ഹിന്ദുത്വം എന്ന് പറയും. ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗങ്ങളെ മുഴുവൻ ഒരുമിച്ച് തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുക. അതേ തന്ത്രം തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. ഒരു മാറ്റവുമില്ല. BJP-ക്ക് വോട്ട് ചെയ്ത ഹിന്ദുക്കൾക്ക് ഇനി ഒരു മടിയുമില്ലാതെ CPM-ന് വോട്ട് ചെയ്യാം. ഇതാ നിങ്ങളുടെ താല്പര്യങ്ങൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അയ്യപ്പ സംഗമം ഒരു തുടക്കം മാത്രമാണ്, ഇനിയും ഇതുപോലുള്ള സംഗമങ്ങൾ ഉണ്ടാകും. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയാണ്. അതോ ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ സമുദായത്തിൻ്റെ നേതാവിനെ തൻ്റെ കാറിൽ കയറ്റിയിരുത്തിക്കൊണ്ട് BJP-യുടെ ഹിന്ദുത്വയുടെ ഏറ്റവും കരുത്തനായ മുഖത്തിൻ്റെ ആശംസ തൻ്റെ പരിപാടിക്ക് വാങ്ങിച്ചുകൊണ്ട് പിണറായി വിജയൻ വലിയൊരു തേരോട്ടമാണ് 2026 തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളൊന്നും CPM-ന് കിട്ടില്ല എന്ന് പിണറായിയേക്കാൾ നല്ല മറ്റാർക്കും അറിയില്ല. കാരണം കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നന്നായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ. ന്യൂനപക്ഷ വോട്ടുകളൊന്നും കാര്യമായി ഇനി CPM-ലേക്ക് വരില്ല. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ BJP-യിലേക്ക് പോകാതിരിക്കുക, കോൺഗ്രസിലേക്ക് അത് പോകില്ല എന്ന് പിണറായിക്ക് നന്നായി അറിയാം. BJP-യിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ 20 മണ്ഡലങ്ങളിലെങ്കിലും BJP-ക്ക് വോട്ട് ചെയ്ത ഹിന്ദുക്കൾ, ഹൈന്ദവർ CPM-നൊന്ന് മാറ്റി ചെയ്താൽ മൂന്നാം പിണറായി ഭരണം ഉറപ്പ്. ഇതാണ് പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 20 മണ്ഡലങ്ങളിൽ, കൃത്യം 20 മണ്ഡലങ്ങളിൽ ഹൈന്ദവ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ നിർണായക സാന്നിധ്യമുള്ള 20 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP-ക്ക് വോട്ട് ചെയ്യാതെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടർമാർ CPM-ന് വോട്ട് ചെയ്താൽ പിന്നെ മൂന്നാം തവണയും പിണറായി തന്നെ മുഖ്യമന്ത്രി. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെയും മറ്റും പിണറായി വിജയൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, യോഗി ആദിത്യനാഥ് ഒരു വശത്തും പിണറായി വിജയൻ നടുക്കിരുന്ന് വലതുവശത്ത് വെള്ളാപ്പള്ളി നടേശനെ വരുത്തി, ഇടതുവശത്ത് യോഗി ആദിത്യനാഥ്, നടുക്ക് പിണറായി വിജയൻ, വലതുവശത്ത് വെള്ളാപ്പള്ളി നടേശൻ. ഈ ഒരു കോമ്പിനേഷൻ പറഞ്ഞപ്പോൾ നാളെ യോഗി ആദിത്യനാഥ് പിണറായി വിജയന് വേണ്ടി വോട്ട് ചോദിക്കുമെന്നല്ല പറഞ്ഞത്. കാരണം ഇത്തരത്തിൽ BJP-യോട് ചാഞ്ഞു നിൽക്കുന്ന ഹൈന്ദവ വിഭാഗങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിച്ച് അതോടൊപ്പം തന്നെ CPM-ന്റെ അടിത്തറയായ ഈഴവ വോട്ടുകൾ പോകാതെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു തേരോട്ടമാണ് 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. അത് വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഒന്നൊന്നര മൂവ്മെൻ്റാണ്, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ മൂവ്മെൻ്റാണ് ഇതിലൂടെ പിണറായി വിജയൻ നടത്തുന്നത്.